Full many a gem of purest rays serene, the dark unfathomed caves of ocean bare. Full many a flower is born to blush unseen, and waste its sweetness on the desert air. Some village Hampden that with dauntless breast, the little tyrant of his fields withstood. Some mute inglorious Milton here may rest, some Cromwell guiltless of his country's blood. കവിത കേട്ട് ഞെട്ടണ്ട, എന്റെ പാണ്ഡിത്യം കാണിക്കാൻ വേണ്ടിയിട്ട് വായിച്ചതല്ല. അമേരിക്കയിലെ ഒരു മഹാനായ ഒരു പോയറ്റാണ് ഇത് എഴുതിയത്, തോമസ് ഗ്രേ. An elegy written in a country churchyard. അവിടുത്തെ ഫാമേഴ്സിനെ കുറിച്ചാണ് എഴുതിയത്. ഈ കവിതയും ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഭാഗത്തിനും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ കവിത പറഞ്ഞത്. അത് വായിക്കാനുള്ള ഒരു കാരണം ഞാൻ ഓൾറെഡി ക്ലിയർ ആക്കി കഴിഞ്ഞു. അതായത് ക്രോംവെല്ലിനെ പോലെയും ഹാംപ്ടനെ പോലെയും മിൽട്ടനെ പോലെയും ഒക്കെ വരേണ്ട ആളുകൾ അവരുടെ കഴിവുകൾ പൂർണ്ണമാകുന്നതിന് മുമ്പ് മണ്ണിനടിയിലേക്ക് പോയി. അതുപോലെ ഇവിടെയും ഒരുപക്ഷെ കാളിദാസനോ അല്ലെങ്കിൽ മറ്റ് വലിയ വലിയ കലാകാരന്മാരും കവികളും അതുപോലെ ലാൻഡ് ലോർഡ്സും അതല്ലെങ്കിൽ രാജാക്കന്മാരും അല്ലെങ്കിൽ ബിഷഗ്വരന്മാരും ഒക്കെ ആയി മാറേണ്ട ഒരു വലിയൊരു വിഭാഗം അവരുടെ കഴിവുകളൊന്നും പുറത്തു കാണിക്കാനാകാതെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഭാഗമായി മണ്ണിനടിയിലേക്ക് പോകേണ്ടി വന്നു. അപ്പൊ അന്നത്തെ ദുഷിച്ചു നാറിയ സാമൂഹ്യ വ്യവസ്ഥിതിയെ അപലപിച്ചുകൊണ്ടും ആ കഷ്ടതയിൽ അനുഭവിച്ച അല്ലെങ്കിൽ കഷ്ടതയിലൂടെ കടന്നുപോയ ആ ജീവൻ അല്ലെങ്കിൽ ആ ജീവിതങ്ങൾക്ക് അവർക്ക് ഒരു ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടും ഞാൻ ഈ വീഡിയോ തുടങ്ങുകയാണ്. ഹായ്, നമസ്കാരം. എൻട്രാകൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തരത്തിലുള്ള വീഡിയോ കാണാൻ അധികം ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം, ഇന്നത്തെ തലമുറയിലുള്ള ആളുകൾ പണ്ട് തങ്ങളുടെ ആ ആളുകളൊക്കെ അനുഭവിച്ചിരുന്ന കഷ്ടതകൾ എത്രയായിരുന്നു എന്ന് നമുക്കറിയണം. കുറേയൊക്കെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഈ സ്ലേവ് ട്രേഡിനെ കുറിച്ചിട്ടുള്ള കുറച്ച് 2-3 സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ നമ്മളെ കണ്ണ് നിറഞ്ഞു പോകും. അതിലൊരു സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അതില് ആഫ്രിക്കയിലെ ഒരു ഗോത്രത്തിലുള്ള ആളുകൾ പിടിച്ചു കൊണ്ടുപോയി മെരുക്കി ആനകളൊക്കെ മെരുക്കുന്നത് പോലെ മറ്റ് ആ മെരുക്കി ആ ഗോത്രത്തിലുള്ളവരെ ഉപയോഗിച്ച് മറ്റു ഗോത്രത്തിലുള്ള ആളുകളെ പിടിക്കുന്ന ഒരു സിനിമയാണത്. അങ്ങനെ തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് യൂറോപ്യൻസ്. എന്നിട്ട് ഇവര് പിടിച്ചു കൊണ്ടുപോകും. ഈ പിടിച്ചു കൊണ്ടുപോകുന്നതിനെ കുറിച്ച് പിന്നീട് നമുക്കറിയാം. ഒരു ഐലൻഡ് ഉണ്ട്, ഗേറ്റ് ഓഫ് നോ റിട്ടേൺ. അവിടെ കൊണ്ടുപോയി വിൽക്കും. മനുഷ്യനെയാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലൊരു സ്ലേവറി സിസ്റ്റം നമ്മുടെ സമൂഹത്തിലും മലബാറിലും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം, അതായത് കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് കുറുപ്പ് വരെ പറഞ്ഞു. ആ കുറുപ്പിന്റെ ഒരു കുറച്ച് ഭാഗങ്ങളും കൂടി നമ്മളിന്ന് പറഞ്ഞു. ഇറവർ, പുലയർ, പാണർ, അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങൾ എല്ലാവരെയും കുറിച്ചും സംക്ഷിപ്തമായിട്ട് വളരെ ചുരുക്കമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോ ഇന്നത്തെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കത് കുറച്ച് മാനസിക വിഷമമൊക്കെ ഉണ്ടായിട്ട് ഞാൻ വായിക്കുമ്പോൾ പല കാര്യങ്ങളും കേട്ടിട്ട് അത് മുഴുവനൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. നിങ്ങൾക്ക് ആ പേജ് നമ്പറൊക്കെ ഞാൻ പറഞ്ഞു തരാം, അത് നിങ്ങൾ വായിച്ചു നോക്കും. ഓട്ടെ. അപ്പോ ഇതിൽ പറയുന്ന ഒരു കാര്യം, പ്രധാനമായിട്ടും നമ്മൾ കുറിപ്പാണ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ പറഞ്ഞത്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇതൊരു ചടങ്ങാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്ത് കൊടുത്തോ, കാരണം ഞാൻ റെഫറൻസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എന്റെ നിഗമനങ്ങളൊന്നും അല്ല. ഇത് തന്നെയാണ് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കുന്നതും പല ഭാഗത്തും. അപ്പൊ അതുകൊണ്ട് ആദ്യം കഴിഞ്ഞ പ്രാവശ്യത്തിൽ ലാസ്റ്റ് പറഞ്ഞ കുറിപ്പാണ്. അപ്പൊ ഈ തീയരുടെ ഒക്കെ പാപങ്ങൾ പേറുന്ന ആൾക്കാരാണ് ഈ കുറിപ്പ്. കുറിപ്പ് എന്ന് പറയുന്നത് പാണഞ്ചാതിയിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ അവരെങ്ങനെയാണ് ആത്മാവിനെ അവരെടുക്കുന്നതും കുറിപ്പിന്റെ എണ്ണം കുറയുന്നതിന്റെ കാരണം അത് ഞാൻ പറഞ്ഞു. ഒരു പക്ഷേ ഇന്ന് വളരെ കുറവാണ് അവരുടെ എണ്ണം. അത് പക്ഷെ അവരുടെ ആ താഴെയുള്ള ജാതികളിൽ ഏറ്റവും ഉയർന്നവരായിട്ട് ഇവരെയാണ് കണക്കാക്കിയിരുന്നത്. അവരുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അംബ്രല്ല മേക്കിംഗ് ആണ്, കുട ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ കുടയുടെ ഫ്രെയിമാണ് ഇയാൾ ഉണ്ടാക്കുക. സ്ത്രീകൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കും. അതായത് പട്ടക്കുട, നമ്മൾ പനയോല കൊണ്ട് ഉണ്ടാക്കുന്ന കുട. അതുപോലെ അവരുടെ കാസ്റ്റിൽ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിലൊക്കെ ഈ ഉയർന്നു നിൽക്കുന്നത് അവർ തന്നെയാണ്. പക്ഷെ അവരുടെ ചടങ്ങുകളിൽ ഒന്നും ഈ ദേശപ്പണിക്കർ പങ്കെടുക്കാറില്ല. പക്ഷെ ദേശപ്പണിക്കർ പങ്കെടുക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അതാണ് ഈ കരവർ എന്ന് പറയുന്ന വിഭാഗം. അതിന്റെ വേറൊരു വിഭാഗമുണ്ട്, പറയർ എന്ന് പറയുന്ന വിഭാഗമുണ്ട്. പക്ഷെ അവരുടെ ഈ വിവാഹ ചടങ്ങുകളിൽ
ഈ ദേശപ്പണിക്കർ പങ്കെടുക്കുമായിരുന്നു അത്രേ. അവര് ഈ കരവർ എന്ന് പറയുന്ന ആളുകൾ അവരുടെ ജോലി എന്ന് പറയുന്നത് ബാസ്ക്കറ്റ് മേക്കർ, അതായത് കൊട്ട ഉണ്ടാക്കുന്ന ആളുകളാണ്. പക്ഷെ ഈ പാണൻ എന്ന് പറയുന്ന വിഭാഗം ഇവരുടെ ഇതിനു വേണ്ടിയിട്ട് അവർ പോകാറില്ല. അവർ ഇവരെക്കാളും ഉയർന്ന കണക്കാക്കുന്ന ആൾക്കാരാണ്. ഈ ബാസ്ക്കറ്റ് മേക്കേഴ്സിന്റെ അവരുടെ ആ കാലത്ത് നിന്നിരുന്ന ഒരു നമുക്ക് വളരെ വിഷമായിട്ട് തോന്നുന്ന ഒരു സ്ഥിതി അല്ലെങ്കിൽ ഒരു ആചാരം ഉണ്ടായിരുന്നു. അതായത് ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ അവര് പിന്നീട് ആ സ്ത്രീയെ ഒറ്റയ്ക്ക് ഒരു കുടിലിൽ കൊണ്ടുപോയി താമസിപ്പിക്കും. അതായത് പ്രസവിക്കാറാകുന്ന സമയത്ത്. പിന്നെ അവർക്ക് ഒന്നരടി സഹായം ലഭിക്കുകയില്ല. ആ വീട്ടിലേക്ക് ആരും തിരിഞ്ഞു നോക്കില്ല. പക്ഷെ അവിടെ വേറൊരു കാര്യം, പ്രസവിക്കാറായി എന്ന് തോന്നുമ്പോൾ അവിടെ ഒരു ജാറിൽ ചൂടുവെള്ളം കൊണ്ടുപോയി വെച്ചു കൊടുക്കും. പിന്നെ മരുന്നുകള്, ഭക്ഷണം ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് എറിഞ്ഞു കൊടുക്കുകയാണ്. ഈ സ്ത്രീ പ്രസവിച്ച് കുഞ്ഞിനെ നോക്കി 28 ദിവസം അതിന്റെ ഉള്ളിൽ കിടക്കണം. ചിലപ്പോൾ മരിച്ചുപോയോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് കൂടി ആളുകൾ നോക്കില്ല. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ അച്ഛനും 14 ദിവസത്തെ പുലയുണ്ട്. അപ്പൊ ഈ പുലയുടെ പിന്നീട് ഇപ്പൊ പാണരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പുല കളയുന്നതിന് വേണ്ടി ലാസ്റ്റ് അവരിവിടെ പോവും. അതായത് ബ്രാഹ്മിൺസിന്റെ അടുത്ത് നിന്ന് പുണ്യാഹം വാങ്ങിക്കും, അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ച് കളിക്കും. ഇവരുടെ രീതിയും ഏകദേശം ഇതുപോലെ തന്നെ, കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഇവരെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. പല കാര്യത്തിലും റെക്കോർഡ്സ് വളരെ കുറവാണ്. ഇനി അടുത്തൊരു വിഭാഗമാണ് കവര കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കവരുടെ ഈ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ഒരു അതായത് ഈ ഗർഭിണിയാകുന്ന സമയത്ത് അവരുടെ അത് മാത്രമാണ് നമുക്കൊരു ഇത്. പിന്നെ അവർ ജീവിച്ചിരുന്ന ഒരു കാര്യങ്ങൾ അവർ കുറച്ചുകൂടി ഉയർന്നതാണ്. കാരണം അവർക്ക് ബാസ്ക്കറ്റ് അവർ സ്വയം തൊഴിലാണ്, പാണരും സ്വയം തൊഴിലാണ്. പക്ഷെ ഇനി വരാൻ പോകുന്നവരുടെ സ്ഥിതി മഹാകഷ്ടമാണ്. അതാണ് ഒന്ന് ചെറുമർ, മറ്റൊരു വിഭാഗം അതായത് ഈ ചെറുമരും പിന്നെ അതുപോലെ പുലയരുമാണ്. അതായത് ചെറുമരുടെ 2 വിഭാഗങ്ങളാണ്, ഇറയ ചെറുമനും പിന്നെ അതുപോലെ തന്നെ പുലയരും. അപ്പൊ ഈ ചെറുമൻ എന്ന് പറയുന്നത് അവർ അഗ്രസ്റ്റിക് സ്ലേവ്സ് ആണ്. പൊതുവെ പാടത്ത് പണിയെടുക്കുന്ന ആ ഒരു രീതിയിലാണ് കണക്കാക്കുന്നത്. യഥാർത്ഥത്തില് ഇവിടുത്തെ അബോർജിനീസ് അവരാണ്. എന്ന് പറഞ്ഞാൽ അബോർജിനി എന്ന് പറയുന്നത് ഇവിടുത്തെ തദ്ദേശവാസികളായിട്ടുള്ള ആളുകൾ അവരാണ്, മണ്ണിന്റെ മക്കൾ അവരാണ്. പിന്നീട് വന്നിട്ടുള്ള ഈ ജന്മികളും മറ്റുള്ള ആളുകളും ഒക്കെ അവരുടെ കയ്യൂക്ക് കൊണ്ട് ഇവരെ കീഴടക്കിയതാണെന്നാണ് പറയുന്നത്. മറ്റുള്ളവരൊക്കെ ഇവിടെ വന്നവരാണ്, ഇവരാണ് ഇവിടുത്തെ യഥാർത്ഥത്തിലെ മണ്ണിന്റെ മക്കൾ എന്നാണ് വില്യൻ ലോഗന്റെ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവരെ ചെറുമർ എന്ന് വിളിക്കാനുള്ള കാരണം ഇവർ ചെറിയ ആൾക്കാരായതുകൊണ്ടാണ് ചെറുമർ എന്ന് വിളിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ അതിനോടും നമുക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം അതികഠിനമായ ജോലിയും ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം മാത്രം ലഭിക്കുന്ന ഇവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പോഷകാഹാരക്കുറവ് കൊണ്ട് ചെറിയതായി പോയതാണ്. അതുകൊണ്ടായിരിക്കും. പക്ഷെ അവരുടെ യഥാർത്ഥത്തിൽ ഇവരെ ചെറുമർ എന്നുള്ള പേര് കിട്ടാനുള്ള കാരണം ഇതല്ല. ചേരമാൻ പെരുമാളിന്റെ ഭരണത്തിന്റെ കീഴിലായിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ ചേരമാൻ പെരുമാളിന്റെ പ്രജകളെ എല്ലാവരും മറ്റുള്ളവരെ എല്ലാവരും വിളിക്കുന്നത് ചേരമാൻ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ചേരമാനിൽ നിന്ന് വന്നതായിരിക്കാം ചെറുമാൻ. അങ്ങനെ നമുക്ക് ആലോചിക്കാമല്ലോ. അതാണ് ഒരു കാര്യം. ഇനി 1857 ഈ സ്ലേവ് പോപ്പുലേഷന്റെ ഒരു കണക്ക് കൊടുത്തിരിക്കുന്നത്. ഈ കണക്ക് പ്രകാരം 1,87,812 പേര് ഇവരുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഈ പൊന്നാനി, അതുപോലെ തന്നെ വള്ളുവനാട് ഭാഗത്ത്, അതേപോലെ തന്നെ ഏറനാട്, ഈ 3 ഭാഗത്ത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അന്ന് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മാപ്പിളമാരാണ്. പിന്നീട് ഈ ഭാഗത്ത് ഏറ്റവും കുറവ് ഇവരായി. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവരില് ഭൂരിഭാഗം പേരും മാപ്പിള ജാതിയിലേക്ക് പിന്നീട് മതം മാറ്റപ്പെട്ടു. അതിനെക്കുറിച്ച് ഞാൻ പറയാം എങ്ങനെയാണ് ഇവർ മതം മാറിയത് എന്നുള്ളത്. അപ്പൊ ഈ ചെറുമൻ എന്ന് പറയുന്ന 2 വിഭാഗമാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ഇറയ ചെറുമനും മറ്റൊന്ന് പുലയരുമാണ്. ഇറയ ചെറുമൻ എന്ന് പറഞ്ഞാൽ അവർ ഇറയം വരെ പോകാം. ഈ ജന്മിയുടെ, അതായത് നായരാണെങ്കിലും മറ്റുള്ള ആൾക്കാരുടെയും ആ ഇറയ വരെ പോകാം. ഇറ എന്ന് പറയുന്നത് സൺഷെയ്ഡ് ഉണ്ടല്ലോ, ഇറക്കി ഉള്ള അത് വരെ പോകാം. പുലയർക്ക് ഈ തീയന്മാരുടെ അല്ലെങ്കിൽ ഈഴവരുടെ ഇറയ വരെ അവർക്കും പോകാം. പക്ഷെ ഇവരുടെ ഐക്യത്തിന് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ ഇവരെക്കാളും കുറച്ച് ഉയർന്നവരായിട്ടാണ്, പുലയരെക്കാട്ടും ഉയർന്നവരായിട്ടാണ് ഇറയ ചെറുമനെ കണക്കാക്കിയിരുന്നത്. വസ്ത്രങ്ങളൊക്കെ നാമമാത്രമായിരുന്നു. പച്ചിലകളൊക്കെ ധരിച്ചിട്ടാണ് ആളുകൾ നടക്കുന്നതാണ് വില്യൻ ലോഗൻ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പിന്നീട് ഇത് മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹം കണ്ടിരുന്നു, അതായത് പിന്നെ ഇത് പാലിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ പച്ചില മാത്രം ധരിച്ച് നടക്കുന്നത്. പിന്നെയാണ്
ഇവരുടെ ഈ സ്ത്രീകളും പുരുഷന്മാരുടെ ഇവരുടെ അവസ്ഥ മഹാകഷ്ടമാണ്. കാരണം പബ്ലിക് റോഡ് ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ലാൻഡ് ലോഡ് ജമ്മിയോ ഒരു നായരോ അല്ലെങ്കിൽ ഇവരൊക്കെ വരുന്ന സമയത്ത് ആ റൂട്ടിൽ കൂടെ നമ്പൂരിയോ വരികയാണെന്നുണ്ടെങ്കിൽ ഇവര് കുറെ അകലെ നിൽക്കണം. കാരണം ഇവരുടെ ദൃഷ്ടിയിൽ പെടാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യും? കുറെ അപ്പുറത്ത് ചളിയിൽ ഇറങ്ങി, ചളി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അരയുടെ അത്രയും ഉണ്ടാവും എന്നാ പറയുന്നത്. അത്രയും ചളിയിലൊക്കെ ഇറങ്ങി ചിലപ്പോൾ കല്ലും മുള്ളും കാട്ടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ വളഞ്ഞ് തിരിഞ്ഞു വരും. കാരണം ഇവരുടെ ദേഷ്യത്തിൽ പെട്ടു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത്രമാത്രം കഠിനമായ ശിക്ഷകളൊക്കെ അന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പാവങ്ങൾ ചെയ്തിരുന്നത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ഇവരുടെ കഷ്ടവും ഇവരുടെ വളരെ തുച്ഛമായ കൂലിയാണ് ഇവർക്ക് കൊടുക്കുക. ഇവരൊക്കെ ഓരോ ലാൻഡ് ലോഡ്സിനോടും ബന്ധപ്പെട്ടിട്ടാണ് ഇവരുണ്ടാവുക. അല്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ വീട്ടുപേര് എന്ന് പറയുന്നത് ഈ ഏത് സ്ഥലത്താണോ അവര് പണിയെടുക്കുന്നത് ആ ലാൻഡ് ലോഡിന്റെ വീട്ടുപേരാണ് ഇവർ സ്വീകരിച്ചു വരിക. അപ്പൊ ഈ യൂറോപ്യന്മാർ ഇത് കണ്ടുവന്ന് അവർക്ക് തേയിലത്തോട്ടങ്ങളും മറ്റു തോട്ടങ്ങളിലേക്ക് അവർ കൊണ്ടുപോകുമ്പോൾ ഇതിനെക്കാട്ടിലും ബെറ്റർ വേജ് അവർ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഇവര് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവര് ചെയ്തു വെക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പെണ്ണുങ്ങളെ അവിടെ കുടിയിൽ നിർത്തും. അങ്ങനെ യൂറോപ്യന്മാരുടെ ഇതൊക്കെ കണ്ട് സ്വാധീനം കൊണ്ട് പിന്നീട് ഇവരെ പറഞ്ഞയക്കാൻ തുടങ്ങി. പക്ഷെ അതിനൊരു കണ്ടീഷൻ വെച്ചു, സ്ത്രീകളെ പറഞ്ഞയക്കില്ല. ഹാർവസ്റ്റിന്റെ സമയത്ത്, അതായത് ഈ കൃഷിയൊക്കെ ചെയ്യേണ്ട സമയത്ത് ഇവർ വരണം. അപ്പൊ കൃഷി ചെയ്യേണ്ട സമയത്ത് വന്ന് ഇവരുടെ കൃഷിയൊക്കെ എടുത്തു കൊടുക്കണം. മാത്രമല്ല പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടിയിട്ടുള്ള പൈസയുടെ ഒരു ഭാഗം ഈ ജന്മിക്ക് കൊടുക്കുകയും വേണം. അങ്ങനെയുള്ള കണ്ടീഷനിലാണ് അത് കൊണ്ടുപോയിരുന്നത്. പിന്നെ ഇങ്ങനെ വല്ലാത്ത കഷ്ടവും ഇതൊക്കെ വന്ന സമയത്ത് ചിലവരൊക്കെ ഈ മുഹമ്മദീയൻ മതത്തിലേക്ക് മാറാൻ തുടങ്ങി. അവിടെ ആകുമ്പോൾ ഈ പൊല്യൂഷനും ഇല്ല, ഒന്നുമില്ല. തന്നെ ഒരു കാലത്ത് ഉപദ്രവിച്ച, തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഈ ജന്മിയുടെ മുന്നിലേക്ക് ഇവര് ഒരു മുഹമ്മദീയനായിട്ട് വരുമ്പോ അദ്ദേഹത്തിനെ, അതായത് ഈ തന്റെ സ്ലേവിനെ പിന്നെ അടിക്കാനോ ചീത്ത പറയാനോ ഇവർ ഭയപ്പെട്ടു. കാരണം എന്തെങ്കിലും അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഈ മുഹമ്മദീയര് കൂട്ടത്തോടെ വരും. അവിടെ ഒരു സോഷ്യലിസം ഉണ്ട്. അപ്പൊ അവര് കൂട്ടത്തോടെ വന്ന് അവരുടെ അതിന് വിധേയമാണ്. ചിലപ്പോൾ അവർ ഇവിടെ കൊണ്ടുപോലോ എന്ന് പേടിച്ചിട്ട് പിന്നീട് ഇവർ പോയിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് സ്ലേവറി സിസ്റ്റം ഞാൻ പറയാം. സ്ലേവിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ഞാനൊരു സിനിമ കണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള കുറെ സിനിമകളുണ്ട്, കണ്ടു നോക്കൂ. അപ്പൊ നമുക്ക് അറിയാം അതുപോലെ ഒരു സ്ലേവറി സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ കണക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് പുരുഷന് എത്ര, സ്ത്രീക്ക് എത്ര, കുട്ടികൾക്ക് എത്ര. അപ്പൊ സ്ത്രീക്കൊക്കെ എന്ന് പറയുന്ന സമയത്ത് ബ്രീഡിംഗ് എന്നുള്ള രീതിക്ക് കുറച്ചും ചില സമയങ്ങളിൽ വില കൂടുതൽ കിട്ടും അത്രേ. അങ്ങനെ യൂറോപ്യന്മാർക്ക് ഈ സിസ്റ്റം കണ്ട് അവർക്കും ഇതിന്റെ റവന്യൂ കിട്ടിയിരുന്നു. പിന്നീട് ഈ സിസ്റ്റം കണ്ടിട്ട് 1792 ഇവര് ഗവൺമെന്റ്, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്, അവര് ഇത് പാടില്ല, അതായത് സ്ലേവ് സിസ്റ്റം ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് സ്ലേവറി ആരെങ്കിലും കണ്ട് ഇങ്ങനെ പരസ്യമായി ഓപ്ഷൻ നടത്തുകയോ അതല്ലെങ്കിൽ ഇങ്ങനെ വിൽക്കാനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് നല്ല ഫൈൻ അടിപ്പിക്കും. പിന്നെ ഈ സ്ലേവ് ഇത് പറഞ്ഞ ആളെ ഫ്രീ ആക്കും. അതുപോലെ മുക്കുവരും മാപ്പിളമാരാണ് ഇവരെ സ്ലേവ് ആയിട്ട് ഉപയോഗിക്കുന്നത് എങ്കിൽ ഇവരെ പിന്നെ അയാൾക്ക് ഈ ഒരു സ്ലേവിന്റെ 5 ഇരട്ടിയാണ് പനിഷ്മെന്റ്, അല്ല 5 ഇരട്ടി മൂല്യം കെട്ടണം. അവര് പോയി യാത്ര ചെയ്ത അല്ലെങ്കിൽ ആ കപ്പല് അല്ലെങ്കിൽ ആ തോണി എന്താ വെച്ചാൽ അത് പിടിച്ചെടുക്കും. മാത്രമല്ല നല്ല ചാട്ടവാറടിയും കൊടുക്കും. പക്ഷെ ഇതുകൊണ്ടൊന്നും നിന്നില്ല. പക്ഷെ പേടിയുള്ളത് കൊണ്ട് മറ്റൊരു സമ്പ്രദായം വന്നു. അപ്പൊ ഈ ലാൻഡ് ലോഡ്സ് വേറൊരു കാര്യം ഉപയോഗിച്ചു. അന്നത്തെ കാലത്തുള്ള ആളുകൾ വളരെ പട്ടിണി പാവങ്ങളായിരുന്നു. ദാരിദ്ര്യം സഹിക്കാതെ വരുന്ന സമയത്ത് ഇവര് മക്കളെ വിൽക്കും, കുഞ്ഞുങ്ങളെ. അപ്പൊ ഇവരുടെ ഈ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ഇവർ വിലയ്ക്ക് വാങ്ങിക്കും. പക്ഷെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, ഇവർക്ക് റീപർച്ചേസ് ചെയ്യാം, അതായത് തിരിച്ച് മേടിക്കാം. അപ്പൊ ആ തിരിച്ച് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ പൈസ വേണം. പക്ഷെ മിക്കവാറും സംഭവിക്കാറില്ല. കാരണം അത്രയും പാവങ്ങളായിട്ടല്ലേ അവർക്ക് ജീവിക്കുന്നത്. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നിയമപ്രകാരം അവർക്ക് കൊണ്ടുപോകാം, അപ്പൊ അതിൽ ഇടപെടാൻ പറ്റില്ല. പിന്നെ ഇവര് വേറൊരു ലുക്രറ്റീവ് ബിസിനസ് ആ കാലത്തുണ്ടായിരുന്നു. ഇതിന്റെ മെയിൻ ആൾക്കാരെന്ന് പറയുന്നത് കൊച്ചിയിലുള്ള ഡച്ചുകാരും അതുപോലെ ഫ്രഞ്ച് മാഹിയിലുണ്ടായിരുന്ന ഫ്രഞ്ചുകാർ. ഇവരാണ് ഈ അടിമകളൊക്കെ വാങ്ങിക്കുന്നതും അധികം കൊണ്ടുപോയി വിൽക്കുന്നതും ചെയ്യുന്നത്. ഇവിടെ ഉള്ളിലുള്ള ആൾക്കാരുടെ പോലെയല്ല. അപ്പൊ ഇതിനൊരു കൊള്ള സംഘം ഉണ്ടായിരുന്നു. ഇവര് ഈ തീയരുടെയും മറ്റും തോട്ടത്തിലുള്ള ആൾക്കാരുടെ കുഞ്ഞുങ്ങളെ ഇവരെന്ത് ചെയ്യും, മോഷ്ടിച്ചു കൊണ്ടുപോകും, അല്ലെങ്കിൽ കൊള്ളയടിച്ച് തട്ടി ബലമായി പിടിച്ചു കൊണ്ടുപോകും. ഈ ബലമായി പിടിച്ചു കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഒരുപാട് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഈ യൂറോപ്യൻ ബ്രിട്ടീഷുകാരൊക്കെ ഇങ്ങനെയുള്ള ആളുകളെ, സംശയിക്കുന്ന ആൾക്കാരെ വീട് പരിശോധിക്കുകയും പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കർശനമായ ശിക്ഷയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഇതിനെ കുറിച്ചിട്ട്, ആ സിസ്റ്റത്തെ കുറിച്ച്, അതിന്റെ വിലയും മറ്റു കാര്യങ്ങളൊക്കെ പേജ് നമ്പർ 148 മലബാർ മാനുവലില് 148 മുതൽ 153 വരെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കൂ. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയാനുള്ള നീട്ടുന്നില്ല.
കാരണം വളരെ കഷ്ടമാണ്. പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അത്രയും കഷ്ടത്തിലാണ് ഇവര് ജീവിച്ചിരുന്നത്. 1843 ഗവൺമെന്റ് എന്ത് ചെയ്തു? പുതിയൊരു വകുപ്പ് കൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെ, അതായത് ആക്ട് 5 അവര് ബില്ല് പാസ്സാക്കി. അത് പബ്ലിഷ് ചെയ്തത് മിസ്റ്റർ കൊണോളി, മലബാറില് കൊണോളിയാണ് അത് പബ്ലിഷ് ചെയ്തത്. അത് കളക്ടറായിരുന്നു അദ്ദേഹം. അതിപ്പോ പബ്ലിഷ് ചെയ്തു. ഇത് പബ്ലിഷ് ചെയ്തെങ്കിൽ കർക്കശമായ നിയമമാണ്, ഇത് പാടില്ല എന്ന്. പക്ഷെ അവര് പറയുന്ന ഒരു കണ്ടീഷനുള്ളൂ. പലരും ഈ ഒരു ജന്മിയോട് അവരോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഇവരിവിടെ വിട്ടുപോകാൻ അവർ താല്പര്യപ്പെടുന്നില്ല. ചില ജന്മിമാര് നല്ല അനുകമ്പയോടുകൂടി നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അതിൽ ആ ഒരു ഇതിൽ പ്രകാരം നിങ്ങൾക്ക് നിങ്ങളോട് അനുകമ്പയും ദയൊക്കെ കാണിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് തുടരണം അവിടെ ആഗ്രഹം ഉണ്ടെങ്കിൽ തുടരാം, അതല്ലെങ്കിൽ വേറെ മാസ്റ്റേഴ്സിന്റെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞിട്ടാണ് ആ നിയമം വരുന്നത്. പക്ഷെ ഇവരെന്ത് ചെയ്തു? ഈ നിയമങ്ങളൊന്നും ഇവരെ അറിയിച്ചിരുന്നില്ല. ഇവർ നിരക്ഷരരാണല്ലോ, ഇവർക്ക് അറിയില്ല. ഇവർ ഈ കാര്യം മറച്ചു വെച്ച് ഇവരെ ചൂഷണം പിന്നീടും തുടർന്നുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞപ്പോ ഇത് വല്ലാതെ പ്രശ്നമായപ്പോ വീണ്ടും ബ്രിട്ടീഷുകാർ തന്നെ ഇടപെടുന്നത് 1862 അവർ ഈ നിയമം ഒന്നുകൂടി ശക്തിപ്പെടുത്തി. IPC 370, 371 വകുപ്പ് കൂടി അങ്ങ് ചേർത്തി. അതോട് കൂടിയിട്ട് പിന്നെ ഈ ലാൻഡ്, അതായത് ഈ സ്ലേവ് സിസ്റ്റം അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ ബോണ്ടഡ് ലേബർ ആയിട്ട് ഉപയോഗിക്കുന്ന പരിപാടി അങ്ങ് നിന്നു ഏകദേശം. പക്ഷെ എന്നാലും ഇവരുടെ കഷ്ടതകൾ കൊണ്ട് ഇവർ പലപ്പോഴും ഈ കാര്യം ഇതൊക്കെ പറയാം, ലീസിന് എടുത്തിട്ടുള്ള സ്ഥലത്തൊക്കെ കൂടി പാട്ട വ്യവസ്ഥയിലൊക്കെ ഇവര് ജോലി ചെയ്തിരുന്നു. എന്നാലും യഥാർത്ഥത്തില് ഈ പാവങ്ങൾക്ക് എന്താണ് സ്വാതന്ത്ര്യം എന്ന് അറിയുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയ 1947 ശേഷം പല ഭാഗത്തും ഇങ്ങനൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ഇനി ഇവരുടെ വിവാഹത്തെ കുറിച്ച് പറയാൻ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. വിവാഹം നല്ല രസകരമായിട്ടുള്ള വിവാഹമാണ്. ഇവരുടെ പോലെ തന്നെയാണ് ഇവര് പർച്ചേസ് ചെയ്യാണ്, അതായത് വധുവിനെ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവര് രണ്ടു കൂട്ടരും അവിടെ ഇരുന്നിട്ട് ഇവര് ബാർഗെയിൻ ചെയ്യും. വരന്റെ പെങ്ങൾക്കാണ് മെയിൻ റോള്. അപ്പൊ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗെയിൻ ചെയ്ത് സംസാരിച്ച് അവസാനം ഒരു പണം നിശ്ചയിച്ച് ഈ വധു തന്നെയാണ്, വരന്റെ പെങ്ങൾ തന്നെയാണ് വധുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. കൊണ്ടുവരുന്ന സമയത്ത് ഒരു പടിത്തല്ല് എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രാമയും ഒരു ഇതൊക്കെ ഉണ്ട്, അതൊക്കെ കളിച്ചൊക്കെ വരും. അപ്പൊ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇടകലർന്നിട്ടാണ് ഈ ഡാൻസ് ഒക്കെ കളിക്കുന്നത്. അതില് സ്ത്രീകൾ കോറസ് ആണ്, പാട്ട് പാടുന്നതാണ്. അങ്ങനെ പെണ്ണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, വധുവിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വധു വീട്ടിലെത്തിയ ഉടനെ നിർബന്ധമായിട്ടും അവര് ഉറക്കെ അലമുറി ഇട്ട് നിലവിളിക്കണം അത്ര. എന്നിട്ട് എന്റെ കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിച്ചതിന് ശേഷം അവിടെ ഒരു ഒരു അമ്മിക്കുഴ ഒരു ഇത് വെച്ചിട്ടുണ്ടാവുക, അതിനെ ട്രെഡ് ചെയ്യണമെന്നാ പറയുന്നത്. ട്രെഡ് ചെയ്യുമ്പോൾ ചവിട്ടാവില്ല, അതിനെ മറികടക്കാവും, അങ്ങനെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ മറികടന്ന് അകത്തേക്ക് പോകുന്നു. ഇനി ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എത്രയാണോ പണം വാങ്ങിച്ചു വെച്ചാൽ അതിന്റെ പകുതി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡിവോഴ്സ് ആയി കഴിഞ്ഞു. പിന്നെ ഇതില് ഇവരുടെ പൊല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മരണപ്പെട്ടു കഴിഞ്ഞാൽ പുല എന്ന് പറയുന്നത് അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ 14 ദിവസം അല്ലെങ്കിൽ 15 ദിവസം. പക്ഷെ ഈ 14 ദിവസവും ഈ വ്യക്തിക്ക് വീട്ടിൽ ഐഡിയലായിട്ട് ഇരിക്കാൻ പറ്റില്ല. കാരണം ഭക്ഷണം വേണ്ടേ, ജീവിക്കണ്ടേ. അപ്പൊ അവര് നിവൃത്തിയില്ലാതെ വരുമ്പോ അവരെന്ത് ചെയ്യും? കുറച്ച് ചാണകം എടുത്ത ചാണകത്തിൽ നെല്ല് കൂട്ടി ചാണകം കൂട്ടിയിട്ട് ഒരു ഉണ്ടയായിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു കുടത്തില്, അതായത് ഒരു കലം, ആ കലത്തിലാക്കിയിട്ട് അത് നന്നായിട്ട് എന്താ പറയാ കളിമണ്ണ് കൊണ്ട് മൂട്ടി നല്ലോണം അത് നന്നായിട്ട് സീൽ ചെയ്തിട്ട് അവിടെ എടുത്തു വെക്കും. എന്നിട്ട് ഇവർക്ക് എപ്പോഴെങ്കിലും ഈ 14 ദിവസം ഇരുന്നാലും ഭക്ഷണം കിട്ടുന്ന ഒരു അവസ്ഥ വരുന്ന ആ സമയം വരുമ്പോ ഇവരെന്ത് ചെയ്യും? ഇവര് പണിക്കരടുത്ത് പോയിട്ട് ഒരു മുഹൂർത്തം നോക്കും. മുഹൂർത്തം നോക്കിയിട്ട് ആ മുഹൂർത്തത്തിൽ ഇവരിത് ഓപ്പൺ ചെയ്യും. അപ്പൊ സദ്യയൊക്കെ ഉണ്ടാവും. 14നോ 15നോ നടത്തും. ശ്രാദ്ധ ബലി ഇതൊക്കെ കൊടുക്കും ആൻസിസ്റ്റേഴ്സിന്. ഇതാണ് അവരുടെ ചടങ്ങ്. ഇനി നായിഡി പറഞ്ഞ മറ്റൊരു വിഭാഗമുണ്ട്. അവരെ കുറിച്ച് കാര്യമായിട്ട് ഒരു രേഖയും കാര്യമായിട്ട് കാണാനില്ല. ഇവരും അബോർജിൻസ് ആണ്. പക്ഷെ ഇവര് ചാരിറ്റിയാണ്. മറ്റുള്ളവർ എന്തെങ്കിലും ഭിക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് അതിലാണ് ഇവർ ജീവിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഡോഗ് ഈറ്റേഴ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നായയെ വേട്ടയാടി തിന്നുന്നതാണ്. അന്നത്തെ കഷ്ടകാലം, ഭക്ഷണം കിട്ടാതെ വരുമ്പോ എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ട് നായയെ വേട്ടയാടിയിട്ടാണ്. അപ്പൊ ഇവര് വരുമ്പോ മറ്റുള്ളവരെ പോലെയല്ല, വളരെ ദൂരത്താണ് ഇവർ നിൽക്കുള്ളൂ. അപ്പൊ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ നിൽക്കില്ല. വരുമ്പോ അവിടുന്ന് മാറി നിൽക്കും. അവർ ആ പാത്രം വെച്ച് കഴിഞ്ഞാൽ ഇത് കൊടുക്കും. കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കുറെ കാലം ഉണ്ടായിരുന്നു. ഈ എന്താ പറയാ, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഈ അടുത്ത കാലം വരെയൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടിരുന്നു. ഇപ്പൊ അവരൊക്കെ കുറച്ചൊക്കെ അന്യം നിന്ന് പോയി. ഇതാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ KT തോമസിന്റെ സ്ലേവ്സ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ പ്രൊഡക്ഷൻ സിസ്റ്റം ഇൻ മലബാർ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 1801 ബർബാൻ പറയുന്ന ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന ഈ സ്ലേവിന്റെ ഒക്കെ എണ്ണം ഉപയോഗിച്ചിട്ടാണ്. അന്ന് മലബാറിലുണ്ടായിരുന്ന പാലക്കാട് ഒരു ഫാർമർക്ക്
35 ഏക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് 5 ഫ്ലോ എന്ന് പറയുന്നത് കലപ്പിയും 10 ഓക്സൻ കാളകളും അതുപോലെ തന്നെ 5 ഈ സ്ലേവ് കുടുംബങ്ങളും ഉണ്ടാവുന്ന പറയുന്നത്. പക്ഷെ തലശ്ശേരിയിലെ അവര് ഫാർമേഴ്സ് പാവങ്ങളാണ്, അവർക്ക് വളരെ കുറച്ച് സ്ലേവ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ അദ്ദേഹം എഴുതി വെച്ചിട്ട് കാണാനുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നത്. അവരുടെ ഉന്നമനത്തിനൊക്കെ വേണ്ടിയിട്ട് എത്ര ഈ സാംസ്കാരിക നായകന്മാരും ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റും ഒക്കെ എത്രമാത്രം പരിശ്രമിച്ചു അത് നമ്മൾ ആലോചിക്കുക. ഇന്നത്തെ തലമുറയിലുള്ള ആളുകള് കാര്യമായിട്ട് എന്താ പറയുക, അന്ന് ഒരു നേരം പോയിട്ട് 2 ദിവസം കൂടുമ്പോൾ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് 2 അല്ല 3 അല്ല 5 നേരം കഴിച്ചാലും നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അത് വ്യത്യാസം ചില ഭാഗങ്ങളിൽ ഇപ്പോഴും മാറ്റമില്ല എന്ന് പറയുന്നത് കേരളത്തിലല്ല, അതിന്റെ പുറത്തുള്ള സ്ഥലത്തുണ്ടാവും. പക്ഷെ എന്തൊക്കെയായാലും നമ്മൾ ആ വ്യത്യാസം മനസ്സിലാക്കണം അത്ര. അപ്പോ എത്രമാത്രം പുരോഗതിയിലേക്ക് നമ്മൾ വന്നു, ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ച ആ മഹാത്മാക്കളോടൊക്കെ നമുക്ക് നന്ദിയും ആദരവും എപ്പോഴും ഉണ്ടാവണം. അടുത്ത വീഡിയോ സാറ്റർഡേ ഉണ്ടാവും, അതിലൂടെ നമുക്ക് വീണ്ടും കാണാം.